ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 4 അമ്പലങ്ങളും പിന്നെ ഒരു 360 ഡിഗ്രി ഡോം തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഈ പുതിയതായിട്ട് കാണിക്കാൻ പോണ 4 അമ്പലങ്ങളിൽ 3 അമ്പലം ഒത്തിരി സ്പെഷ്യാലിറ്റി ഉള്ള അമ്പലങ്ങളാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് വേണം കേളമ്പാക്കത്ത് എത്താൻ. ഇടയ്ക്ക് ഞങ്ങളൊരു കോഫി ബ്രേക്ക് എടുത്തിട്ട് കേളമ്പാക്കം എത്തിയിരിക്കുകയാണ്. ഇവിടെ കാസ ഗ്രാൻഡ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന അതിന് തൊട്ട് മുമ്പിലായിട്ടാണ് അവരുടെ തന്നെ ഈ 360 ഡിഗ്രി ഡോം തിയേറ്റർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. പുതിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് നിറയെ പേര് ഇതിപ്പോൾ കാണാൻ വരുന്നുണ്ട്. 4 മണി തൊട്ട് 9 മണി വരെയുള്ള ഷോകളാണ്. ആ ഷോയിൽ 100 രൂപയാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ വില. വെറും 20 മിനിറ്റാണ് ഓരോ ഷോസിൻ്റെയും സമയപരിധി. 20 മിനിറ്റിൽ അത് തീർന്നിട്ട് അടുത്ത ഷോ തുടങ്ങും. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പെർമിഷൻ ചോദിച്ച് കയറിയപ്പോൾ അവർ പിന്നെ എല്ലാം ലൈറ്റും സൗണ്ടും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മുകളിൽ കാണുന്ന മാതിരിയാണ് ഈ ഡോമിൽ ഫുൾ സൈഡിൽ ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടായിരിക്കും ഇവർ ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന വ്യൂ. ഒരു സ്കെലിറ്റൻ ഇന്നിങ്ങനെ വായുവിൽ പറന്ന് നടക്കണ മാതിരിയാണ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ വളരെ വിസ്മയകരമായിട്ടുള്ളൊരു കാഴ്ചയോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. നല്ല ഭംഗിയായിരുന്നു ഇതിൻ്റെ ആ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ശരി, എല്ലാ സൈഡിൽ നിന്നും ഉള്ള വ്യൂ. നമ്മൾ നിൽക്കുന്നിടത്ത് കാലിൻ്റെ താഴെ വരെ നമ്മൾക്ക് ഫിലിം കാണുന്നുണ്ട്. മുകളിലും എല്ലാ സൈഡിലും നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾക്ക് ഫിലിം കാണുന്ന ഒരു പ്രതീതിയാണ് ഇതിൻ്റെ അകത്ത്. അപ്പം വെറും 100 രൂപയുള്ള ടിക്കറ്റിന് കുട്ടികളെയും കൊണ്ട് വീക്കെൻഡിൽ പോയി കാണാൻ എല്ലാവരും ശ്രമിക്കുക. ചെന്നൈക്ക് അടുത്ത് താമസിക്കുന്നവരും ചെന്നൈയിലുള്ളവരും. അപ്പോൾ ഈ പറക്കും പരവതാനി നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമ്മളാണ് പറന്നു പോകുന്നത് എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടിയാണ് ഈ മൂവി സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിയുമ്പോൾ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് കാണിക്കും. നമ്മുടെ താജ്മഹൽ കാണുമ്പോഴും നമുക്കൊരു ഫീലിംഗ് വരൂല്ലേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൻ്റെ വിശേഷം കാണിക്കാം. അപ്പോൾ ഇതായിരുന്നു 7 വണ്ടേഴ്സ്. ഈ 7 വണ്ടേഴ്സിൻ്റെത് കണ്ടു കഴിയുമ്പോൾ വേറെ ചെറിയ 2 ഷോർട്ട് മൂവീസും കൂടെ കാണിക്കണുണ്ട്. ഇങ്ങനെ കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് മാതിരിയൊക്കെ കാണിക്കുമ്പോണ്ടല്ലോ, ശരിക്കും നമ്മൾ കടലിൻ്റെ അടിയിൽ കൂടെ പോണ മാതിരിയും ഡോൾഫിൻ നമ്മളെ വന്ന് തൊട്ടിട്ട് പോകുന്ന മാതിരിയും കിളികൾ നമ്മുടെ സൈഡിൽ കൂടെ പറന്നു പോകുന്ന മാതിരി ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ഇതിൻ്റെ അകത്ത്. നല്ല രസമായിരുന്നു. ആ 20 മിനിറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു എന്ന് തന്നെ പറയാം. നിറയെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അവരൊക്കെ കിടന്ന് ഒരേ ബഹളമായിരുന്നു. ആ ഒരു സന്തോഷം കാരണം അത്ര രസകരമായിട്ടുള്ളൊരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അടുത്തത് ഞങ്ങൾ പോണത് ലക്ഷ്മി കുബേര അമ്പലത്തിലാണ്. ഇത് രത്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ പൈസ വന്നിട്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാൻ, എന്തെങ്കിലും ബ്ലോക്സ്, മണി ബ്ലോക്സ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണ് ലക്ഷ്മി കുബേര അമ്പലം, രത്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ അമ്പലത്തിൻ്റെ അകത്ത് ആദ്യം കയറുമ്പോൾ നമ്മൾ 16 ഗണപതികളുണ്ട്. ആ ദൈവത്തിനെ അവിടെ തൊഴുതിട്ട് വേണം നമ്മൾ ലക്ഷ്മി കുബേരനെ കുമ്പിടാനുണ്ട്. ഇവിടുത്തെ തൂണുകളെല്ലാം കോയിൻസും നോട്ട്സും വെച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മണി ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടും എന്നാണ് പറയണത്. അപ്പം ഇവിടെ തൊഴുതിട്ട് ഇറങ്ങി കഴിയുമ്പോൾ വേറെ കുറച്ച് അമ്പലങ്ങളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് വെളിയിലിറങ്ങി 1 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് 108 അമ്മൻ ടെമ്പിളിൽ എത്താം. ഇന്ത്യയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 108 ദേവീ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളുടെ മിനിയേച്ചർ പ്രതിഷ്ഠകൾ ഇതിൻ്റെ അകത്ത് കാണാം. നമ്മുടെ നാട്ടിലെ ചോറ്റാനിക്കര ദേവിയും ചക്കുളത്തുകാവ് അമ്മയും ആറ്റുകാൽ അമ്മയുടെ ഒക്കെ പ്രതിഷ്ഠകൾ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യ ഫുള്ള് പോയി കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒറ്റ അമ്പലത്തിൽ വന്ന് തൊഴുതാൽ മതി. ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ ദൈവങ്ങളും എല്ലാ ദേവിമാരുടെയും പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അത്
കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വെളിയിലിറങ്ങി നടന്നു വരുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് ഷിർദി സായിബാബയുടെ ഒരു കൊച്ചു അമ്പലമുണ്ട്. അതും തൊഴാം. അതിൻ്റെ അകത്ത് കയറുമ്പോൾ വല്ലാത്തൊരു ശാന്തി സമാധാനം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഷിർദി സായിബാബയുടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വേറൊരു അമ്പലം കാണാൻ പറ്റും. ചക്രകാളി പ്രതിഷ്ഠ എന്നാണ് ആ പ്രതിഷ്ഠയുടെ പേര്. അകത്ത് ദേവിയുടെ ഏകദേശം ഒരു 8 അടി പൊക്കത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണുള്ളത്. നല്ല ബ്ലാക്ക് കളറിൽ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലായിരുന്നു. എസ്പെഷ്യലി അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പുകയുടെ നടുവിലായിട്ട് ദേവിയുടെ ആ ബ്ലാക്ക് കളറിലുള്ള ആ പ്രതിഷ്ഠ കണ്ടു കഴിഞ്ഞ് ഞങ്ങളെ തന്നെ മറന്നു നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഷോലിംഗനല്ലൂരിലുള്ള പ്രത്യങ്കര ദേവി ടെമ്പിളിലാണ്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ദേവിയുടെ പ്രതിഷ്ഠയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോണത്. ഇവിടെ വരാഹിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്, അഗ്നിദേവൻ്റെ ഉണ്ട്, അയ്യപ്പന്, ഗുരുവായൂരപ്പന്, പിന്നെ ധന്വന്തരി, അങ്ങനെ ഇതിൻ്റെ അകത്തെ പ്രതിഷ്ഠകളെല്ലാം വേറൊരു രൂപത്തിലും ഭാവത്തിലുമാണുള്ളത്. ഇതും ഭയങ്കര പവർഫുള്ളായതുകൊണ്ട് നിറയെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും അത് ശരിയായ രീതിയിൽ നടക്കാൻ പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കറക്റ്റായിട്ട് വേണം ചെയ്യാൻ. ആരെയും ദ്രോഹിച്ചുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നോ മനസ്സമാധാനം കിട്ടണം എന്നോ ഉള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് ആകരുത് നമ്മുടെ ആ ഒരു അമ്പലം വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പായി. വിശന്നപ്പോൾ അടയാർ ആനന്ദഭവനിൽ കയറി നല്ല മസാല ദോശയും ബേൽപൂരിയും ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ തിരിച്ചെത്തി.